വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. പവർ വിഷൻ്റെ എല്ലാ ലീഡേഴ്സിൻ്റെയും പേരിൽ, ഡയറക്ടർ തുടങ്ങി ചെയർമാൻ തുടങ്ങി എല്ലാവരുടെയും പേരിൽ, സ്റ്റാഫ്, ടെക്നീഷ്യൻസ്, കൊയർ, പാസ്റ്റേഴ്സ് എല്ലാവരുടെയും പേരിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ ഈ തിരുവെഴുത്തുകളെ, ഈ ഷോർട്ട് മെസ്സേജ് നന്നായിട്ട് കേട്ട് കൂടുതലായിട്ട് ഗ്രഹിച്ച് അനേകർക്ക് പങ്കുവെക്കുവാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തേതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വചനമാണേ. അത് 22-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാം വാക്യമാണ്. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പിൽ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഇതൊരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാര്യം, നമ്മളതിന് മുമ്പ് വായിച്ചു 26-ാം വാക്യത്തിൽ, എളിയവർ തിന്ന് തൃപ്തരാകും. വൺസ് ഹൂ പൂവർ, ദരിദ്രരായവർ തൃപ്തരാകുമെന്ന് വായിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് തർജ്ജിമകളും കൂടെ നോക്കിയപ്പം ദരിദ്രൻ മാത്രമല്ല സമ്പന്നരും എന്ന അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ഒരു ബാലൻസിങ് ആണ്. ചിലരൊക്കെ ഭയങ്കര സമ്പന്നരാണ്, ചിലരൊക്കെ ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. പക്ഷെ രണ്ടു കൂട്ടർക്കും തൃപ്തി കൊടുക്കുന്നത് ദൈവമാണ്. സമ്പന്നരും സ്വർഗത്തിൽ പോകും, ദരിദ്രരും സ്വർഗത്തിൽ പോകണം. നിത്യതയിൽ കാര്യങ്ങളെ കാണുമ്പോഴാണ് ഈ സമ്പന്നനും ദരിദ്രനും എന്നൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം നമ്മുടെ ചില ബോധ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. മോശ തിരഞ്ഞെടുത്തു എന്ത്? ശരിക്കും കഷ്ടപ്പാട് തിരഞ്ഞെടുത്തു, പോവർട്ടി തിരഞ്ഞെടുത്തു. എന്തുപേക്ഷിച്ചു? രാജാവിൻ്റെ മകളുടെ മകൻ എന്ന പദവി ഉപേക്ഷിച്ചു. അത് പറയുമ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങുകളിലും ടവറുകളിലൊക്കെ ഈ മനുഷ്യന്റെ പേര് കൊത്തി വെക്കേണ്ടതാണ്. അന്നത്തെ ഫറോ മകളോട് വലിയ ഇഷ്ടമായതുകൊണ്ട് മോളുടെ മോനെ ചക്രവർത്തിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വരെ അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് ഒരു വെടി പൊട്ടിക്കുകയാണ്. ഞാൻ ഈ കൊട്ടാരത്തിൽ നിൽക്കുകയില്ല. ഇതിങ്ങനെ എവിടെയൊക്കെയോ പറഞ്ഞ് പലരും കേട്ടു. ഇതിനിടയിൽ ഒരു ഈജിപ്തുകാരനെ ഒരു ഒറ്റയടിക്ക് കൊന്നു. അവർ തമ്മിൽ കുഴപ്പമുണ്ടാക്കുന്ന കണ്ടിട്ടാണ്. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഈ ചക്രവർത്തിക്ക് മനസ്സിലായി, ഇവൻ നമ്മുടെ ആളല്ല, ഇവനെ നമുക്ക് നമ്പാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇവൻ ഇവിടെ ജീവിച്ചിരുന്നാൽ എനിക്ക് പണിയാം. അതുകൊണ്ട് കൊട്ടാരത്തിൽ ഇതിനൊക്കെ പട്ടാളമുണ്ട്, ഗുണ്ടാ പട്ടാളമുണ്ട്. ഒന്ന് കണ്ണു കാണിച്ചു, ഇവനെ അങ്ങ് തട്ടിയേക്കണം. ഈ വിവരം മറ്റാരോ പുള്ളി അറിയിച്ചു. രാജാവ് ഒരാളെ കൊല്ലുക പറഞ്ഞാൽ അത് വാർത്ത പോലും ആകത്തില്ല. ഇവനൊരൊറ്റ ഓട്ടം ഓടുകയായിരുന്നു, പിടികൊടുക്കാതെ. ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവന് തിരിച്ചു പോകാം. അവൻ ഈ ഒരു നയം ഉപേക്ഷിച്ചാൽ മതി. എന്താ ഒരു രാജാവിൻ്റെ മരുമകനാകുക, കൊച്ചുമോനാകുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഏതാണ് സമ്പന്നത? നിത്യമായതിനു വേണ്ടി ഭൗതികമായതിനെ നിസ്സാരമെന്ന് കണ്ടിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട
മോശയുടേത്. അപ്പോൾ ഭൂമിയിൽ ഈ രണ്ടു കൂട്ടരും ഉണ്ട്. സങ്കീർത്തനക്കാരൻ രണ്ടു കൂട്ടരെയും കാണുന്നു. ദരിദ്രന്മാരും തിന്ന് തൃപ്തരാകുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. 29 വാക്യത്തിൽ പുഷ്ടിയുള്ളവരും ഭക്ഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എന്നാൽ പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പിൽ കുമ്പിടും. ഞാൻ ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിച്ചോട്ടെ. ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്യം കിടപ്പുണ്ട്. എന്നാണ് എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ വണങ്ങും. യേശു ക്രിസ്തു തന്നെ കർത്താവെന്ന് ഏറ്റു പറയും. ഇവിടെ നോക്കിയേ, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും, ഭൂമിയിലുള്ള സകല മനുഷ്യരും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ പറ്റില്ല. പണക്കാരനും പാവപ്പെട്ടവനുമല്ല. അടുത്ത വാചകം നോക്കിയേ, തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവനും കൂടെ. ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്, രക്ഷിക്കപ്പെടാത്തവർ പോലും കർത്താവിനെ വണങ്ങും. പക്ഷെ പ്രയോജനമൊന്നുമില്ല. നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ പോയത്, കർത്താവ് വലിയവൻ എന്ന് പറയുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. സമ്പത്തൊരിക്കലും ഒരാളെ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ല. പക്ഷെ യേശു ഇല്ലാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാനൊക്കെ. യേശു ഉണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തിലെ വ്യാഖ്യാനം. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രരായാലും സമ്പന്നരായാലും ഒന്ന് തന്നെയാണ്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ആമേൻ.